ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഉണക്കച്ചെമ്മീനും മാങ്ങയും മുരിങ്ങയ്ക്കായും ഇട്ട് നല്ല സൂപ്പർ ടേസ്റ്റിലൊരു ചാറ് കറി വെച്ച് നോക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് തലയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു 2 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു മാങ്ങ, ഒരു 4-5 പച്ചമുളകാണേലും കുഴപ്പമില്ല. പിന്നെ ഒരു മുറി തേങ്ങ, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 അല്ലി വെളുത്തുള്ളി, ഒരു നുള്ള് ജീരകം. ഇത് ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഈ മാങ്ങയും മുരിങ്ങയ്ക്കായും അരിഞ്ഞെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തൊന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. മുരിങ്ങയ്ക്കായും മാങ്ങയും ചേർത്ത് അരിഞ്ഞെടുക്കാം. മുരിങ്ങയ്ക്കായും പച്ചമുളകും ആദ്യം വേവിച്ചെടുക്കാം. ബാക്കി മാങ്ങയും ഉണക്കച്ചെമ്മീനും ഒക്കെ വേവ് കുറവാണ്. അപ്പോൾ ആദ്യം നമുക്ക് മുരിങ്ങയ്ക്കായും പച്ചമുളകും വേവിച്ചെടുക്കാം ഒരു കറിച്ചട്ടിയിൽ. നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് വേണ്ടവർക്ക് ഒരു 5 പച്ചമുളക് ചേർക്കാം. കുറച്ച് വെള്ളം ചേർത്ത് ഇതൊക്കെ വല്ലാത്തൊരു വൈബ് തന്നെയാണ്. എപ്പോഴും മീനും ഇറച്ചിയൊക്കെ അല്ലേ കഴിക്കുന്നത്. ഇന്ന് ഉണക്കച്ചെമ്മീനും മാങ്ങയും മുരിങ്ങയ്ക്കായും ഇട്ടൊരു കറി ആകട്ടെ എന്ന് വിചാരിച്ചു. വെറൈറ്റിയൊന്നുമല്ല, നമ്മുടെ പഴയകാല കറികളാണിതൊക്കെ. ഒത്തിരി നാളായി ഇങ്ങനെ കറി ഉണ്ടാക്കിയിട്ട്. മുരിങ്ങയ്ക്ക വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മീനൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇത് കായൽ ചെമ്മീനല്ല, ഇത് കടല ചെമ്മീനാണ്. കടല ചെമ്മീൻ കിട്ടുന്നത് അപൂർവമാണ്. കായൽ ചെമ്മീനാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ചെമ്മീൻ ഇട്ട് കൊടുക്കാം. മുരിങ്ങയ്ക്കായും മാങ്ങയും ചെമ്മീനും ഒക്കെ വെന്തിട്ടുണ്ട്. ചെമ്മീനൊന്നും അധികം വേവില്ലാത്തതല്ലേ, ഉണക്കച്ചെമ്മീനല്ലേ. പച്ചച്ചെമ്മീനും ഇതുപോലെ തന്നെയാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഒത്തിരി തിളയ്ക്കണ്ട, ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേ തന്നെ ഇറക്കി വയ്ക്കാം. ഇനി കടുക് പൊട്ടിച്ചൊഴിക്കാം. കടുക് പൊട്ടിക്കാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കടുക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. കറി ഇതിലേക്ക് ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കറുത്ത് പോകുന്നതിന് മുമ്പേ തന്നെ ചൂടോടുകൂടി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉണക്കച്ചെമ്മീൻ, മുരിങ്ങയ്ക്കായും മാങ്ങായും ഇട്ട കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്